ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം മാതാപിതാക്കൾ വിദേശത്ത് പോകുമ്പോൾ പലപ്പോഴും കുട്ടികളെ ഇവിടെ ബന്ധുക്കളുടെ കൂടെയോ അല്ലെങ്കിൽ പ്രായമായവരുടെ കൂടെയോ ഏൽപ്പിച്ചിട്ടാണ് അവർ പോവുക. ഒരുപക്ഷെ രക്ഷിതാക്കൾ കൊടുക്കുന്ന അതേ സാന്ത്വനവും ഇതും ഈ കുട്ടികൾക്ക് ഇവർ നൽകണം എന്നില്ല, പലപ്പോഴും നൽകി കാണുന്നുമില്ല. ഇത്തരം ഒരു ഘട്ടത്തിൽ അത് അവരുടെ വളർച്ചാ രീതിയെ തന്നെ പലപ്പോഴും ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. എനിക്ക് വരുന്ന പല കേസുകളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതായത് താഴെയുള്ള കുട്ടിക്ക് ചിലപ്പോൾ 2 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർ കൂടെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. പക്ഷേ മൂത്ത കുട്ടി കുറച്ചുകൂടി മുതിർന്നതായതുകൊണ്ട് വീട്ടിൽ നിർത്തുന്നു. അപ്പോൾ വീട്ടിൽ ഈ കുട്ടിയെ നോക്കുന്നത് പ്രായമുള്ള ഈ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ അവരുടെ ഏജിൽ നിന്നാണ് ഇവർ കുട്ടിയായിട്ട് ഇടപെടുന്നത്. അതേപോലെ തന്നെ കുട്ടിയെ ഏൽപ്പിച്ചു പോയതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകുന്നു. അപ്പോൾ കുട്ടിക്ക് ഇവരുടെ ശ്രദ്ധയും പരിചരണമൊക്കെ കിട്ടാത്തതിൻ്റെ പേരിൽ കുട്ടി ചിലപ്പോൾ പെർഫോമൻസൊക്കെ ചിലപ്പോൾ കുറയും. അപ്പോൾ കൂടുതൽ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഇത് വിദേശത്തുള്ള അച്ഛനെ അറിയിക്കുമ്പോൾ അച്ഛനും ടെലിഫോണിൽ വിളിച്ച് പറയുന്നത് ഈ കുറ്റപ്പെടുത്തലുകൾ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്വഭാവ ദോഷം ഉണ്ടാവുന്നത്? കുട്ടിക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്. വീണ്ടും അവിടുന്ന് കുറ്റപ്പെടുത്തലാവുമ്പോൾ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സംഭവം കുട്ടിയിൽ ഉറച്ചു പോകുന്നു. ഇത് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് കുട്ടിയിൽ ഉണ്ടാകുന്നു. കാരണം താഴെയുള്ള കുട്ടിയെ വളർത്തുന്നത് അവരുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നു. കുട്ടി ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നു മാനസികമായിട്ട്. ചിലപ്പോൾ കുട്ടിയെ നോക്കാനായിട്ട് ഈ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ ആളുകൾ നാട്ടിലുണ്ടാവും. പക്ഷേ കുട്ടി മാനസികമായിട്ട് അവിടെ ഒറ്റപ്പെടുന്നു. ഈ ഒറ്റപ്പെടുത്തലുകൾ വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് കുട്ടിയെ നയിച്ചു കൊണ്ടുപോകുന്നു. ശ്രീമതി റൂബി ജോസഫ്, കൗൺസിലർ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. കുട്ടികൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. ഒരുപക്ഷെ എത്ര സാമ്പത്തികമായി എത്ര നേട്ടം രക്ഷിതാവ് പ്രവാസത്ത് കൊയ്താലും ഇവിടെ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ഈ ഒരു ഒറ്റപ്പെടൽ അത് അവരുടെ വളർച്ചയെ കാര്യമായി തന്നെ ബാധിക്കില്ലേ? എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കുട്ടികളെ മൂല്യബോധമുള്ളവരായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. ഈ കുട്ടികളെ നോക്കാനായിട്ട് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട മാതാപിതാക്കൾ അല്ലെ പ്രായമുള്ളവരുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് അവർ നോക്കുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകുന്നല്ല, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നില്ലെന്നാണ് ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥ. കാരണം ഇന്ന് പലരും അണുകുടുംബത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പഴയ പോലുള്ള കൂട്ടുകുടുംബ സമ്പ്രദായങ്ങളൊന്നുമില്ല. നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത് നമുക്ക് നാട് വിട്ട് പോകേണ്ടതായിട്ട് വരുന്നതും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ കണിശമായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവരുടെയും കുഞ്ഞുങ്ങളാണ്. ആ മാതാപിതാക്കള് വളരെയധികം മൂല്യബോധം കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കുകയും അവരെ നല്ല പൗരന്മാർ, ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല മനുഷ്യരാക്കി വളർത്തിയെടുക്കാനാണ് എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആക്കാനുള്ള ബന്ധപ്പാടില് ബോർഡിംഗ് സ്കൂളിലൊക്കെ വിടുമ്പോൾ ഈ മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളായിട്ട് എടുക്കുവാൻ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമ്മുടെ മാതാപിതാക്കൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ശ്രീമതി റൂബി ജോസഫ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് പ്രവാസത്ത് ജീവിക്കുന്ന രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളുമായി ബന്ധപ്പെടാൻ സാങ്കേതികപരമായി നിരവധി സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇത് എങ്ങനെ ബാധിക്കുന്നു? ഈ സംവിധാനങ്ങളിലൂടെ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളുമായി ബന്ധം പുലർത്താൻ എത്രമാത്രം സാധിക്കുന്നുണ്ട്? ഒരു പരിധി വരെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് സാധിക്കും. കാരണം ഈ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ വളരെയധികം മിടുക്കരാണ്. പക്ഷെ നമ്മളും അതുപോലെ അവരൊക്കെ വളരെ കണ്ണിങ് ആകുമ്പോഴും നമ്മളും അതുപോലെ ആ ഒരു ആംഗിളിൽ നിന്ന് അവരെ കാണാൻ ശ്രമിക്കണം. പലപ്പോഴും നാം കാണുന്നത് ചില രക്ഷിതാക്കളെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വെറും പമ്പര വിഡ്ഢികളാക്കി അവര് മൊബൈൽ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ അവരവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചീറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള കഴിവും കൂടെ നമ്മൾ ഒരു ഇച്ചിരി ക്രിട്ടിക്കൽ വ്യൂ പോയിന്റും കൂടെ വേണം. കാരണം ഒരുപാട് ദൂരങ്ങൾ അകലെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ എവിടെയാണ്, ഹോസ്റ്റൽ റൂമിലാണ്, അപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറിന്റെ ഹോൺ അടി വെച്ചാണ്, അല്ലല്ലോ സ്ട്രീറ്റിലാണല്ലോ, ഞാൻ ഇത് കേട്ടല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരത്തിൽ അങ്ങനെ പറയത്തില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ വളരെ കീനായിട്ട് അന്ധമായിട്ട് കുഞ്ഞുങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഇരിക്കരുത്. നമ്മളുടെ കുഞ്ഞുങ്ങളാണ്, അവർ പറയുന്ന അതുപോലെ നമ്മൾ വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴവർ വഴിതെറ്റാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ അതുപോലെ നമ്മളെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വളരെ ഓപ്പൺ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അല്പം അവരെ എവിടെ പോകുന്നെങ്കിലും നമ്മളോട് പറഞ്ഞിട്ട് പോകാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം പല രക്ഷിതാക്കളും
നാട്ടിലോട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ബോർഡിംഗ് സ്കൂളിലോട്ടൊക്കെ ആക്കി ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്. അങ്ങനെ നോക്കരുത്, അങ്ങനെ പോകരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. അപ്പോഴാണ് നമ്മളെ ചീറ്റ് ചെയ്യാനുള്ളത്. അതേസമയം നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇന്ന് പഴയ കാലത്തിനെക്കാളും ഒത്തിരി മാറിയിരിക്കുകയാണ്. ഒരു കൂട്ടുകാരെ പോലുള്ള ഒരു ഇടപെടിയിൽ നമ്മൾ അവരുമായിരുന്നു. അവര് വളരെ ഫ്രീ ആയിട്ട് നമ്മളോട് ഇടപെടും. നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അതുപോലെ അവരുടെ ആവശ്യങ്ങൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാനസികമായിട്ട് പലപ്പോഴും തനിയായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മളെ പോലെ തന്നെ പലവിധമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ സാഹചര്യത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളോട് അത് അപ്രോച്ച് ചെയ്തുകൊണ്ട് അവരോട് അത് പറഞ്ഞ് ഷെയർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കണിശമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു ബലമായിരിക്കും. തീർച്ചയായും റോബി ജോസഫ് തിരിച്ചു വരാം. ഒരിക്കൽ കൂടി മുഹമ്മദ് അലിയിലേക്ക് പോകുന്നു. ശ്രീ മുഹമ്മദ് അലി, താങ്കൾ എങ്ങനെ കാണുന്നു സാങ്കേതിക വിദ്യയുടെ ഉപയോഗം? ഒരുപക്ഷെ എത്ര പരിധി വരെ ഈ കുട്ടികളുടെ ഒറ്റപ്പെടലിനെ ഇല്ലാതാക്കാൻ കഴിയും? അത് തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക വിദ്യ ഒരു പരിധി വരെ കുട്ടികളുടെ ഒറ്റപ്പെടൽ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുട്ടികളുടെ ഫ്രണ്ട്സ്, അവിടെയുള്ള കൂട്ടുകെട്ട് ആരൊക്കെയാണ്, അവരുടെ രക്ഷിതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ, അവരുമായിട്ട് ഒരു നിരന്തര ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ കുട്ടികളെ വഴിതെറ്റാതെ നോക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതേ ഒരു പ്രശ്നം അവർ നേരിടുന്നാവും എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ. ഇത് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന രക്ഷിതാക്കന്മാരെ സംബന്ധിച്ച് മാത്രമല്ല, ഈവൻ കേരളത്തിൽ ജീവിച്ചുകൊണ്ട് കേരളത്തിന് പുറത്ത് പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ഇതേ പ്രശ്നങ്ങൾ തന്നെ നേരിടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രവാസ ലോകത്ത് രക്ഷിതാക്കന്മാർ നേരിടുന്ന പ്രശ്നം മാത്രമായിട്ട് ഇതിനൊക്കെ കാണരുത് എന്ന് ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. അതോടൊപ്പം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് കുട്ടികളെ, അല്ലെങ്കിൽ ഇന്നത്തെ ആ ജ്ഞാനം ഉപയോഗിച്ചിട്ട് നമുക്ക് കുട്ടികളെ ഒരു പരിധിവരെയൊക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ആണെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതേസമയം താഴെയുള്ള കുട്ടികൾക്ക് അതൊരു വലിയ, നമ്മുടെ അകന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു നഷ്ടം ഉണ്ട് എന്ന് അത് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ശ്രീ വി സി മുഹമ്മദ്, താങ്കൾ എങ്ങനെ കാണുന്നു ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലൂടെ സംഭാഷണം നടത്തുന്നത് കുട്ടികളിൽ ഏത് തരത്തിലാണ് അവർക്ക് പ്രകടമാവുന്ന മാറ്റങ്ങൾ? സാങ്കേതിക സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ് റിമോട്ട് പാരൻറ്റിങ്ങിൽ നമുക്ക് അത് ആകെ ചെയ്യാനുള്ളത്. പിന്നെ ഇതിലുള്ളൊരു ആശങ്ക ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഇത്തരം സംവിധാനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുമ്പോൾ അവർ മറ്റുള്ള രീതിയിലേക്ക് വ്യതിചലിച്ച് പോകുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ നല്ലത് സെർച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അത് മോശമായിട്ടുണ്ടാവും. അതിന് പ്രത്യേകിച്ച് വകതിരിവോട് കൂടിയിട്ട് ഒരു അറേഞ്ച് ചെയ്തുള്ളതല്ല, നോക്കുന്ന ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ വകതിരിവ് ഉണ്ടാവേണ്ടത്. പിന്നെ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വാല്യൂ കുട്ടികളിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. വാല്യൂ പറഞ്ഞ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല. അത് കുട്ടി വളരുന്ന ചുറ്റുപാടിൽ നിന്ന്, പ്രത്യേകിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും വാല്യൂ കോപ്പി ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുന്നത്. പക്ഷേ അധികം പാരൻസും ചെയ്യുന്നത് കുട്ടികൾ വാല്യൂസൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വാല്യൂ ഉള്ള കുട്ടികളിൽ ഈ കൗമാരപ്രായത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. വളരെയധികം നന്ദി വി സി മുഹമ്മദ്, ചൈൽഡ് കൗൺസിലർ. ഒപ്പം റൂബി ജോസഫ്, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ദമാമിലെ അധ്യാപിക. ഒപ്പം രക്ഷിതാവായ മുഹമ്മദ് അലി പി. മൂവരും പങ്കുവച്ചത് രക്ഷിതാക്കളുടെ സ്നേഹവും സാമീപ്യവും തന്നെയായിരിക്കും ഒരു കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അതുതന്നെയാണ് അവൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ രക്ഷിതാക്കൾ വിദേശത്താണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും നാട്ടിൽ അവന് കുട്ടിയെ സ്നേഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മൂവരും പങ്കുവച്ചത്. സ്നേഹം തന്നെയാണ്, രക്ഷിതാക്കളുടെ സ്നേഹം തന്നെയാണ് ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നത്. ഈ വിഷയമായിരുന്നു ന്യൂസ് ഓൺ മലയാളം ചർച്ച ചെയ്തത്. ഇനിയൊരു ഇടവേള. ഇനി ഹജ്ജ് വിശേഷം. കഅബയെ പുതപ്പിച്ച പുടവ കിസ്വ ഉയർത്തിക്കെട്ടി. ഹജ്ജ് തീർത്ഥാടകർ കൂടുതലായി എത്തിയതോടെയാണ് 4 ഭാഗത്തെയും കിസ്വയുടെ താഴ്ഭാഗം ഉയരത്തിൽ ഉയർത്തിക്കെട്ടിയത്. ഉയർത്തിക്കെട്ടിയ ഭാഗത്ത് 2 മീറ്റർ വീതിയുള്ള വെളുത്ത തുണി പുതപ്പിക്കും.
ഹറമിൽ തിരക്കേറുന്നതോടെ കഅബ പ്രദക്ഷിണം ചെയ്യുന്നതിനിടയിൽ കിസ്വയ്ക്ക് കേടുപാടുകൾ ഏൽക്കാതിരിക്കുന്നതിനും വൃത്തി കാത്തുസൂക്ഷിക്കുന്നതിനുമാണ് ഹജ്ജ് സീസണിൽ കിസ്വ ഉയർത്തിക്കിട്ടിയതെന്ന് കിസ്വ ഫാക്ടറി മേധാവി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുള്ള ബാജൌദ പറഞ്ഞു. ഓരോ വർഷവും ഹജ്ജ് സീസണിൽ കിസ്വ ഉയർത്തിക്കെട്ടാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പുതിയ കിസ്വ കൈമാറ്റ ചടങ്ങ് ഒക്ടോബർ 6 നടക്കും. കിസ്വ ഫാക്ടറി ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ഇരു ഹറം കാര്യാലയ അധികൃതർ ഹറം താക്കോൽ സൂക്ഷിപ്പുകാരന് പുതിയ കിസ്വ കൈമാറും. ചടങ്ങിൽ ഇരു ഹറം കാര്യാലയ മേധാവി, കിസ്വ ഫാക്ടറി അധികൃതർ, പണ്ഡിതന്മാർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുക്കും. അറഫാ ദിനമായ ദുൽഹജ്ജ് 9 കഅബയെ പുതിയ കിസ്വ പുതപ്പിക്കുക. ദുൽഹജ്ജ് 10 സുപ്രധാന ഹജ്ജ് കർമ്മമായ കഅബ പ്രദക്ഷിണം നിർവഹിക്കാൻ തീർത്ഥാടക ലക്ഷങ്ങൾ കുതിച്ചെത്തുമ്പോൾ കഅബ പുതിയ വസ്ത്രമണിഞ്ഞ് അവർ സ്വീകരിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരെത്തി തുടങ്ങിയതോടെ ഹറമിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മക്കയുടെ തെരുവോരങ്ങൾ ഹജ്ജ് തീർത്ഥാടകർ കൈയടക്കും. അതോടൊപ്പം ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് ഹജ്ജ് അനുമതി പത്രം നൽകുന്ന സേവനം ആരംഭിച്ചതായി ഹജ്ജ് മന്ത്രി ഡോക്ടർ ബന്ദർ ഹിജാർ പറഞ്ഞു. ദേശീയ ഇൻഫർമേഷൻ കേന്ദ്രവുമായി സഹകരിച്ചാണ് ഹജ്ജ് അനുമതി പത്രം നൽകുന്നത്. ദുൽഹജ്ജ് 1 വരെയാണ് സമയപരിധി. ആളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തലും അനുമതി പത്രം നൽകലും തുടരുകയാണ്. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഹജ്ജ് മന്ത്രാലയ വെബ്സൈറ്റിലൂടെ ഹജ്ജ് സേവന സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയത്തിന്റെ അനുമതിയുണ്ടോ എന്ന് വേഗം ഉറപ്പുവരുത്തണം. തീർത്ഥാടകർ അനധികൃത ഹജ്ജ് സ്ഥാപനങ്ങളുടെ കെണിയിൽപ്പെടാതിരിക്കാനാണിത്. ഇതുവരെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഹജ്ജ് മന്ത്രി പറഞ്ഞു. മൂസക്കുട്ടി വെട്ടിക്കാട്ടിലെ മീഡിയ 1 ജിദ്ദ. ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർക്ക് ഇക്കുറി വിപുലമായ ആശുപത്രി സൗകര്യങ്ങൾ. മക്കയിലും മദീനയിലും ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ആശുപത്രികൾ സജ്ജമായി കഴിഞ്ഞു. മക്കയിൽ 50 കിടക്കകളുള്ള ആശുപത്രിയും അസീസിയയിൽ 30 കിടക്കകളുള്ള ആശുപത്രിയും പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. ജിദ്ദ ഹജ്ജ് ടെർമിനലിലും മദീനയിലും ആശുപത്രി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 13 ഇടങ്ങളിൽ ഡിസ്പെൻസറികളും പ്രവർത്തിക്കുന്നു. സൗജന്യ വിതരണത്തിനായി 3,400,000 വ്യത്യസ്ത ഇനം മരുന്നുകളും ഇന്ത്യയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഇൻചാർജ് മുഹമ്മദ് ആബിദിന്റെ നേതൃത്വത്തിൽ 152 ഡോക്ടർമാരും 142 പാരാമെഡിക്കൽ സ്റ്റാഫുകളും സജ്ജരാണ്. 24 മണിക്കൂറും ആശുപത്രി സേവനം ലഭിക്കും. ഹാജിമാർക്കിടയിൽ പകർച്ചവ്യാധികളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ നിന്ന് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴിയെത്തിയ ഒരു സ്ത്രീ ഉൾപ്പെടെ മക്കയിൽ 14 ഹാജിമാരാണ് ഇതുവരെ മരിച്ചത്. സാദിഖ് അലി തുവൂർ, മീഡിയ 1 ജിദ്ദ. മക്ക ഹജ്ജ് വെൽഫെയർ ഫോറം വളണ്ടിയർ മീറ്റ് സംഘടിപ്പിച്ചു. ഹറം ടാക്സ് ഫോഴ്സ് കൺവീനർ ബി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വളണ്ടിയർമാർക്കുള്ള ഓവർകോട്ടും ബാഡ്ജും ചടങ്ങിൽ വിതരണം ചെയ്തു. പി അഹമ്മദ് കുട്ടി മാസ്റ്റർ, ഷാനിയസ് കുന്നിക്കോട്, ഒമാനൂർ അബ്ദുറഹ്മാൻ മൗലവി, റഫീഖ് പന്നിക്കാട്ടൂർ, മുഹമ്മദ് കരിപ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. സിറിയൻ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ദുബായ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണർവുണ്ടാക്കുന്നു. ദുബായ് ഓഹരി വിപണി സൂചിക 0.27% ഉയർന്നു. 130 കോടി ദിർഹത്തിന്റെ ടേൺ ഓവറിലാണ് കഴിഞ്ഞ ദിവസം വിപണി ക്ലോസ് ചെയ്തത്. സിറിയയിലെ രാസായുധ പ്രശ്നത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ആക്രമണമുണ്ടായേക്കുമെന്ന ആശങ്ക കഴിഞ്ഞ ആഴ്ചകളിൽ ദുബായ് ഓഹരി വിപണിയെ ദോഷകരമായി ബാധിച്ചിരുന്നു. 7% നഷ്ടമാണ് ഓഹരി വിപണിയിലുണ്ടായത്. പക്ഷേ UAE-ലെ ഓഹരി വിപണിയെ കാര്യമായി ഇത് ബാധിച്ചിട്ടില്ല. സ്ഥിരത നിലനിർത്താൻ വിപണിക്കായി. We had an initial knee-jerk reaction where the market dropped in for 2 days about more than 15-16%. വിപണിയിൽ കൂടുതൽ താഴ്ച ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതിനാൽ നിക്ഷേപകർ കരുതലോടെയാണ് നീങ്ങിയത്. ഈജിപ്ത്, ടുണീഷ്യ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം നിക്ഷേപം ദുബായ് ഓഹരി വിപണിയിലേക്ക് എത്തുന്നുണ്ട്. ഇത് UAE-യുടെ സാമ്പത്തിക വിപണിയെ ഊർജ്ജസ്വലമാക്കിയിട്ടുണ്ട്. വ്യവസായം, ഗതാഗതം, മറ്റു സേവന മേഖലകൾ എന്നിവയ്ക്ക് ഈ നിക്ഷേപങ്ങൾ പുതിയ ഊർജ്ജമാണ് നൽകിയിട്ടുള്ളത്. മീഡിയ 1 ദുബായ്. സിറിയയിലെ പ്രതിപക്ഷത്തെ ഖത്തർ ഇനിയും സഹായിക്കുമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ അദയ്യ വ്യക്തമാക്കി. ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന അൽഹയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്വാതന്ത്ര്യത്തിനായി പൊരുതുന്ന സിറിയയിലെ പ്രതിപക്ഷ സഖ്യത്തെ ഖത്തർ സഹായിക്കുന്നുണ്ടെന്നും അത് ഇനിയും തുടരുമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ അദയ്യ വ്യക്തമാക്കി. സിറിയൻ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന സിറിയൻ ഫ്രീ ആർമിയെയും സുപ്രീം മിലിറ്ററി അതോറിറ്റിയെയുമാണ് തങ്ങൾ സഹായിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. സിറിയയിലെ പ്രതിപക്ഷത്തെ സഹായിക്കാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഖത്തറിന്റെ പ്രസ്തുത തീരുമാനത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നത് ആഹ്ലാദകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏത് സാഹചര്യത്തിലും ബഷാർ ഭരണകൂടത്തിനെതിരെ സിറിയൻ ജനത വിജയം നേടും. ഖത്തറും ഇറാനും സിറിയയുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും തങ്ങളുടെ നയതന്ത്ര ബന്ധത്തെ അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് അൽ അത്തിയ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭ മുഖേനയും അല്ലാതെയും സിറിയൻ വിഷയം പരിഹരിക്കാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. റമീസ് സത്യാറ, മീഡിയ 1